വയസ്സുകാരനെ ചവിട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അർഷിദിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഒരു തിണ്ടിത്തന്തയും തിണ്ടി തള്ളയും അത് തന്നെ പറയാതിരിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ തിണ്ടിത്തരം കാണിച്ചവരെ പിന്നെ എന്നെ ചെയ്യണ്ടേ? ഇതിന്റെ അപ്പുറത്തെ വാക്കുകളാണ് വിളിക്കേണ്ടത്. തൽക്കാലം ഇതിലൊതുക്കുകയാണ്. കാരണം എന്തൊരു മോശം അവസ്ഥയാണ്. ഒരു 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈയുടെ നീളം, ഈ ഒരു നീളം പോലും കഷ്ടിച്ചേ ഉള്ളൂ. അവന്റെ നെഞ്ചത്ത് ചവിട്ടി 91, അതായത് 7 വാരിയലുകളോ മറ്റോ ഒടിഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി അനുഭവിച്ച വേദന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർത്തയൊന്ന് കാണാതെ. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ രണ്ടാനച്ഛൻ കൊന്നത് നെഞ്ചിൽ ചവിട്ടി. രണ്ടാനച്ഛൻ അഷ്കറിന്റെ ചവിട്ടേറ്റ് കുഞ്ഞിന്റെ 7 വാരിയെല്ലുകൾ തകർന്നു. കുഞ്ഞിന്റെ അമ്മ അഖിലയും രണ്ടാനച്ഛൻ അഷ്കറും തമ്മിലുള്ള ബന്ധത്തിൽ കുഞ്ഞ് ബാധിതയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കുഞ്ഞിന്റെ വാരിയെല്ലുകൾ തകർന്ന് ആന്തരിക അവയവങ്ങൾക്ക് മുറിവേറ്റു. തലയിൽ 5 ഇടത്ത് നീർക്കെട്ട് കണ്ടെത്തി. കുഞ്ഞു ശരീരത്തിൽ 19 മുറിവുകൾ 91 മുറിവുകൾ കണ്ടെത്തിയെന്നാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ജസ്റ്റിന തോമസ് ആണ് വിവരങ്ങൾ നൽകുക. ജസ്റ്റിന, ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തുകയാണ്. അത്രമാത്രം നമ്മളെ ഭയപ്പെടുത്തുന്നു കൂടിയുണ്ട്. ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ക്രൂരതയാകാമെന്നോ? കഴിഞ്ഞ ദിവസം 51 മുറിവുകൾ എന്ന വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ എന്ത് പറയണമെന്നറിയാത്തൊരു സാഹചര്യമാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ ആശങ്കയുടെ മുന്നിൽ കൊണ്ട് നിർത്തിച്ചിരിക്കുകയാണ്. അത്രമാത്രം ക്രൂരത 1 മാസത്തിനുള്ളിൽ ആ കുഞ്ഞ് ഏറ്റുവാങ്ങിയിരുന്നു അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഉള്ള വാർത്ത നമുക്ക് ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരത ആ വീട്ടിൽ അരങ്ങേറി എന്നുള്ളതാണ്. അതും സ്വബോധത്തോടെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിയോ മറ്റു കാര്യങ്ങളോ. ഇത്രയും ഞെട്ടിക്കുന്ന ഒരവസ്ഥ, ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ. ഒരു ഭൂമിയിലേക്ക് ഭൂജാതനായി ജനിച്ചു വീണ ഒരു കുട്ടി, അവൻ അറിയുന്നില്ല. അവൻ കണ്ണു തുറന്ന് അവൻ കളറുള്ള, അതായത് കളർഫുൾ ആയിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കളറുള്ള കാര്യങ്ങൾ കണ്ട് ജീവിക്കേണ്ട, അതായത് പൂമ്പാറ്റയും പൂക്കളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെയൊക്കെ കണ്ടു വളർന്ന് വരേണ്ട ഒരു കുട്ടി ഒരുപാട് സഹിച്ചു. 2 കൈയും തല്ലി ഒടിച്ചു, നെഞ്ചത്ത് ചവിട്ടി. എന്തൊരവസ്ഥയാണ് ഈ കാണിക്കുന്നത്. അതായത് ഒരു പ്രസവം എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ട, നമ്മൾ പറഞ്ഞാലല്ല, അത് അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. പ്രസവം എന്ന് പറയുന്ന ആ സമയത്തെ വേദനയും കാര്യങ്ങളും എല്ലാം സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും താങ്ങും തണലുമായിട്ട് ആണുങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു മുഴുവൻ വേദനയും അറിയുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഇത്രയും വേദന അറിഞ്ഞ് പ്രസവിച്ച ഒരു കുട്ടിയെ പോലും ഇങ്ങനെ ചവിട്ടി കൊല്ലുന്നതിന് കൂട്ടുനിന്ന ആ ഒരു യുവതി, അല്ലെങ്കിൽ ആ ഒരു അവളെ എന്താണ് പറയേണ്ടത്? അവളെന്ന് തന്നെ പറയണം. അവളെ എന്താണ് പറയേണ്ടത്? രണ്ടുപേരെയും ജനക്കൂട്ട വിചാരണയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജനങ്ങൾ വേണ്ടത് ചെയ്തുകൊള്ളും. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ജനലിക്കൂടെ വെളിയിലോട്ട് എടുത്തെറിയുക. അതെന്തോ ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് മരിച്ചില്ല, അത് വേറെ വാർത്ത. അതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതായത് ചുമ്മാ നമ്മൾ പറമ്പിൽ പോയിട്ട് കാര്യം സാധിച്ചിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. എന്താ പറയാ, മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ. അത്രയും വളരെ ലാഘവത്തോടു കൂടി പ്രസവിച്ചിട്ട് വന്നിട്ട് അതിനെ കൊണ്ട് തള്ളുന്ന ഒരവസ്ഥയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള പല അവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ വാർത്ത. അതായത് കുട്ടികൾ നവജാത ശിശുക്കൾക്ക് ഒരുപാട് ഉണ്ടാകുന്ന കുട്ടികളെ പലരും ഉപേക്ഷിക്കുകയും പല കുട്ടികളും മരിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നൊരു സംവിധാനം, സർക്കാരിന്റെ സംവിധാനം ഉള്ളത്. അവിടെ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ അമ്മത്തൊട്ടിലുള്ള ഒരു കുട്ടികളെ മാന്യമായിട്ട് നോക്കുകയും അർഹരായിട്ടുള്ള കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ വന്നാൽ അവർക്ക് കൈമാറുകയും ചെയ്യുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ഇതുപോലെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇവനെന്തൊരു തന്തയാണ്, ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി? അവനും ഇതുപോലെ തന്നെ വളർന്നു വന്ന ഒരുത്തരല്ലേ. അവനൊരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിന്റെ ജനനേന്ദ്രിയം പോലും വലിച്ച്, അതിന്റെ തൊലി പോലും വലിച്ചു പറിച്ച്, അത് അതിന്റെ വാരിയലുകളെല്ലാം ഒടിഞ്ഞ് നെഞ്ചത്ത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് അവന്റെ അവന്റെ കാല് ചവിട്ടുമ്പം നെഞ്ചുഭാഗം മാത്രമല്ല, ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം അവന്റെ കാല് പതിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ചവിട്ടും കാര്യങ്ങളും ഒക്കെയാണ്. എന്തായാലും ഒരു ന്യൂസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കൊല്ലപ്പെട്ട അർഷിദ് എന്ന ആ കുഞ്ഞിൻ്റെ
ഒരു വീഡിയോ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നതിന് ആ വീഡിയോ കാണിച്ചിരുന്നു. അതിൽ ആ കുഞ്ഞിൻ്റെ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട നിലയിൽ തന്നെ ഒരു വ്ളോഗർ ഒരു സമ്മാന പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ട് കുഞ്ഞ് അമ്മയാണ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നത്, അവരോട് സംസാരിക്കുന്നതും ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് ദൃശ്യങ്ങൾ. പക്ഷേ ആ ദൃശ്യങ്ങൾ അന്ന് കണ്ടവർ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നവർക്കാണ് ഇതെന്താണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു പ്ലാസ്റ്റർ ഇട്ട കൈകൾക്ക് പിന്നിലെന്ന സത്യം തിരിച്ചറിഞ്ഞത്. വല്ലാത്ത വേദനയോട് കൂടിയിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത ആളുടെ സുഹൃത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെ ഈ യൂട്യൂബിൽ വന്ന ആ വീഡിയോ വല്ലാതെ ഹൃദയം വേദനിപ്പിക്കുന്നുണ്ട്. അന്ന് ആ വീഡിയോ എടുത്ത യൂട്യൂബറാണ്. യൂട്യൂബറുടെ സുഹൃത്ത് നമ്മളൊപ്പം ഉണ്ട്. നിങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്? അതെ, പുള്ളി എനിക്കല്ലാതെ വീഡിയോസ് വഴി അറിയാം. അപ്പോൾ പുള്ളി നമ്മളൊരു നെടുമങ്ങാടത്തെ ഷോപ്പിലേക്ക് വേണ്ടിയാണ് ഇതേപോലെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ അപ്രതീക്ഷിതമായിട്ട് വൈറലായ സമയത്ത് ആ കൊച്ചിന് വേണ്ടി ആ ഷോപ്പിലെ ആൾക്കാർ കുട്ടിക്ക് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. സൈക്കിളിൽ നിന്ന് വീണതുകൊണ്ട് ഇവിടെ ഈ പെണ്ണും വിഷയക്കാരിയ കാരണം ഇവിടെ ആദ്യത്തെ ഭർത്താവിനെ, അതായത് കല്യാണം കഴിച്ച ആദ്യത്തെ ഭർത്താവിനുണ്ടായ കുട്ടിയാണിത്. ആ ആദ്യത്തെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരാളുമായിട്ട് ഒരു ബന്ധത്തിന് പോവുകയും ആ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന്റെ മനപ്രയാസത്തിൽ ആദ്യത്തെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അവിടെയും ഒരു കൂസലും ഇല്ലാതെ ഇവള് മറ്റൊരാളുടെ കൂടെ പോവുകയും അവന്റെ കൂടെ ആദ്യത്തെ ഭർത്താവിന്റെ ഇതിലുള്ള കുട്ടിയെ കൊണ്ടുപോവുകയും ആ കുട്ടീനെ വളരെ എന്താ പറയുന്നത് പട്ടിയെ പോലെ നോവിക്കുകയും ചെയ്ത സമയത്ത് നോക്കി നിന്ന ഇവളെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇത്ര മോശപ്പെട്ട, അതായത് സ്ത്രീകളുടെ മനസ്സ് ഇതുപോലെ കഠിനമാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ പെറ്റു വീണ മക്കളെ പൊന്നുപോലെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നതിന് പകരം ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഇവളുമാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? വളരെ മോശം. ഇവനെ എന്താണ് ചെയ്യേണ്ടത്? ഈ കൊച്ചിനെ ഇതുപോലെ ചെയ്തേ. ഏതായാലും പോലീസുകാർ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാർ കുറച്ചുപേര് കൂടി കൈകാര്യം ചെയ്തു. പക്ഷെ അതൊന്നും പോരാ, നല്ല രീതിയിൽ വേദനിക്കണം, ഓരോ ഇഞ്ചിഞ്ചായിട്ട് വേദനിക്കണം അവൻ. എന്നാലേ അവൻ ആ കുട്ടി അനുഭവിച്ച വേദനയുടെ ഒരു അംശമെങ്കിലും അറിയാൻ പറ്റുകയുള്ളൂ. കാരണം ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യം. അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അമ്മൂമ്മ ആരോ ഒക്കെ ആ കുട്ടീനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ തരാൻ പറഞ്ഞിട്ട് പോലും കൊടുക്കാതെ ഈ നരാധവനായവൻ ആ കുട്ടീനെ ഇതുപോലെ മൃഗീയമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ ഇത് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇനി സുഖമായിട്ട് ഭക്ഷണവും കഴിച്ച് നല്ല കുളിച്ചുണ്ട് എന്താ പറയുന്നത് ഉല്ലസിച്ച് നടക്കാവുന്ന ഒരു സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പം. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തടവുകാരുടെ വകയിൽ നിന്ന് എന്തായാലും അവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ഇടി കൊടുത്ത് നല്ല ഇടിച്ച് പിഴിഞ്ഞാലും പിന്നീടും ഭക്ഷണം കഴിച്ച് അവൻ നല്ല പളുപളാന്നിരിക്കും. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എങ്ങനെയും ഇറങ്ങി വരും. നമ്മുടെ നിയമത്തിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് വേണ്ട ശിക്ഷ കൃത്യമായിട്ട് നല്ല രീതിയിൽ, അതായത് വേദനിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. വല്ല അറബ് നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പണ്ടേക്ക് കൊണ്ടേ തലവെട്ടി ദൂരെ കളഞ്ഞേനെ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഇതനുസരിച്ച് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് ഇത്ര വർഷത്തേക്കുള്ള ശിക്ഷയും കൊടുത്ത് ഇത്ര വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് നല്ല നടപ്പിന് ചിലപ്പം നേരത്തെയും കൂടെ ഇറക്കി വിടും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. എന്തായാലും വളരെ വളരെ മോശവും വളരെ ഭീതിജനകവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതുപോലെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും നടക്കണം. കാരണം അല്ലാത്ത പക്ഷം നാട്ടിൽ കൊച്ചു ബീച്ചയടക്കം മുത്തശ്ശന്മാർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ളവർ പോലും ഇതുപോലെ മരണപ്പെടും. കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു വയോധിക, അല്ലെങ്കിൽ വൃദ്ധയായ അമ്മേനെ മാല മോഷ്ടിച്ചതിന് ശേഷം ജീവനോടെ കല്ല് കെട്ടി കാലിൽ താത്തിയ വാർത്തയൊക്കെ ഉണ്ട്. ഇതുപോലെ ഓരോ ദിവസങ്ങളും ക്രൂരമായ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നീതിപീഠം ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇനിയും പേടിയില്ലാതെ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും സ്ട്രിക്റ്റ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ട്രിക്റ്റ് ആയിക്കഴിഞ്ഞാൽ കുറേ കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്.